3 കാര്യങ്ങളിൽ പ്രതിജ്ഞാബദ്ധമാണ് ബി ജെ പി. അതിൽ ഒരു കാര്യം അവർ വർഷങ്ങളായി ബി ജെ പി ഉണ്ടാക്കിയ കാലം മുതൽ, സംഘപരിവാർ തുടങ്ങിയ കാലം മുതൽ പറയുന്നതാണ്. ഒന്ന്, ആർട്ടിക്കിൾ 370 എടുത്ത് കളയും കാശ്മീരിൻ്റെ. അതവരെടുത്ത് കളഞ്ഞു, പ്രത്യേക പദവി. അത് കഴിഞ്ഞ് രണ്ടാമത് അവർ പറഞ്ഞു രാമക്ഷേത്രം പണിയും ഏത് സാഹചര്യത്തിൽ. അവസാനം കോടതി ഒരു അനുകൂല വിധി കിട്ടി, രാമക്ഷേത്രം പണിതു. മൂന്നാമത് അവർ പറഞ്ഞതാണ് യൂണിഫോം സിവിൽ കോഡ്. അതിനവർക്ക് ഭൂരിപക്ഷം ഇല്ലാതിരിഞ്ഞു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ. എന്നാൽ ഇപ്പോഴത്തെ വർഷകാല സമ്മേളനത്തിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള വലിയ ശ്രമത്തിലാണ്. കൊണ്ടുവന്നാൽ അവർ വിജയിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് രാഷ്ട്രീയ ഇക്വേഷൻ രാജ്യത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് അവരെ കൈവശമുള്ള തുറപ്പുചീട്ട് വൺ കൺട്രി വൺ ഇലക്ഷൻ, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. ജോയിന്റ് പാർലമെന്ററി പാർട്ടി കമ്മിറ്റി, സംയുക്ത പാർലമെന്ററി പാർട്ടി കമ്മിറ്റി ഇതിനനുകൂലമായ ഒരു നിലപാടെടുത്തു. വൺ കൺട്രി വൺ ഇലക്ഷന് വേണ്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തി. ഗോവയിൽ വെച്ചും കഴിഞ്ഞ ദിവസം ഹിയറിംഗ് ഉണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് വെച്ച് ഹിയറിംഗ് നടക്കുന്നു. എല്ലാവരും അനുകൂലമാണ്, സംസ്ഥാനങ്ങൾ അനുകൂലമാണ്. അങ്ങനെ വന്നാൽ 2031 മുമ്പേ കേരളത്തിൽ 2029 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും കേരളവും തെരഞ്ഞെടുപ്പ് നടക്കും. അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ അവർക്ക് 3 വർഷമേ കിട്ടുകയുള്ളൂ. വീണ്ടും തുടർച്ച കിട്ടും, അത് വേറെ കാര്യം. തുടർന്ന് വരുമെന്നുള്ള വേറെ കാര്യം. പക്ഷേ 3 വർഷം ഇപ്പോൾ ഉടനെ കിട്ടുവാൻ സാധ്യതയുള്ളൂ. ബംഗാളിനും 3 വർഷമേ കിട്ടത്തുള്ളൂ, തമിഴ്നാടിനും 3 വർഷമേ കിട്ടത്തുള്ളൂ, ആസാമിനും 3 വർഷമേ കിട്ടത്തുള്ളൂ ഇപ്പം നടന്നവർക്ക്. ഇനി 2027 നടക്കാൻ പോകുന്ന യു പിയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന യു പിയിലും പഞ്ചാബുകാർക്കും 2 വർഷം കിട്ടത്തുള്ളൂ. എന്തായാലും അത് നടത്താനെടുക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ബില്ല് യൂണിഫോം സിവിൽ കോഡ്, മുസ്ലിം പേഴ്സണലായും മുസ്ലിം വ്യക്തി നിയമവും, ക്രിസ്ത്യൻ പിന്തുടർച്ച ഹൈറാർക്കിയൽ ആക്റ്റും അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശവും, ഹിന്ദു മാരേജ് ആക്റ്റും, ഹിന്ദു സ്വത്തിൻ്റെ ആക്റ്റും, സിവിൽ ആക്റ്റും ഇതെല്ലാം പരിഷ്കരിച്ചുകൊണ്ട് ഒരൊറ്റ ആക്റ്റാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. മുത്തലാഖ് നിയമം ഇല്ലാതാക്കിയതുപോലെ അതില്ലാതാക്കിയപ്പോൾ സമസ്ത ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ പേഴ്സണൽ ബോർഡ്, ലീഗിൻ്റെ മുസ്ലിം വ്യക്തി ബോർഡ് അഖിലേന്ത്യാ പേഴ്സണൽ ബോർഡ് ഉൾപ്പെടെയുള്ളവർ എതിർപ്പ് പറഞ്ഞെങ്കിലും വളരെ കൃത്യമായി മുത്തലാഖിൻ്റെ എതിരെ ബില്ല് പാസ്സാക്കി രാജ്യത്ത്. പക്ഷേ മുസ്ലിം സ്ത്രീകൾക്ക് ഒരു സന്തോഷം കിട്ടുന്ന ഒരു വാർത്തയായിരുന്നു. വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി നിരോധിച്ച് വഖഫ് ബോർഡിനെതിരെ പുതിയ നിയമം വന്നു. ഇങ്ങനെയൊക്കെ വന്ന കൂട്ടത്തിൽ മുസ്ലിം വ്യക്തി നിയമം അടക്കം ജീവനാംശം കൊടുക്കുന്ന കാര്യത്തിൽ, സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ മാറ്റം രാജ്യത്തുണ്ടാകാൻ പോകുന്നു. ഏകീകൃത സിവിൽ കോഡ് വരാൻ പോകുന്നു. മൂന്നാമത്തതാണ് വളരെ പ്രധാനം. ഒരു പ്രാവശ്യം അവർ തോറ്റതാണ്. ഇന്ത്യ മുന്നണി ഒന്നിച്ചു നിന്ന് തോൽപ്പിച്ചതാണ് രാജ്യത്തെ വനിതാ സംവരണം. 33% വനിതാ സംവരണം. അത് തോറ്റപ്പോൾ കാരണം മമതാ ബാനർജി ബംഗാളിലെ, അന്ന് മമതാ ബാനർജി മുഖ്യമന്ത്രിയാണ്, സ്റ്റാലിൻ തമിഴ്നാട്, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ, അതുപോലെ ശരത് പവാറിൻ്റെ NCP മഹാരാഷ്ട്ര, ഈ പാർട്ടികളിൽപ്പെട്ടവരെല്ലാം അന്ന് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ അവർ മുഴുവൻ ആളുകളും BJP പാളയത്തിലേക്ക് കയറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ നിന്ന് നിരവധി MPമാരും MLAമാരുമാണ് രാജിവെച്ച് വേറൊരു ചെറിയ പാർട്ടിയിൽ ചേർന്ന് അവർ BJPക്ക് വേണ്ടി പാർലമെൻറ്റിൽ പ്രത്യേക സീറ്റുമായി ബ്ലോക്കായിരിക്കുന്നു. NCPയിലുള്ളവർ കൃത്യമായി BJPയെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. വനിതാ ബില്ലിനെ പ്രശ്നാധിഷ്ഠിതമായി സപ്പോർട്ട് ചെയ്യാമെന്ന് DMKക്കാർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു 4-5 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ കൃത്യമായി ഈ 3 നിയമങ്ങളും പാസ്സാക്കാനാണ് ശീതകാല പാർലമെൻ്ററി സമ്മേളനത്തിൽ BJP ശ്രമിക്കുന്നത്. 3ഉം അവരുടെ പ്രസ്റ്റീജ് ബില്ലുകളാണ്. 1 33% സ്ത്രീ സംവരണത്തിൻ്റെ ബില്ല്, 2 യൂണിഫോം സിവിൽ കോഡ്, 3 വൺ കൺട്രി വൺ ഇലക്ഷൻ. 3ഉം നടപ്പിലായാൽ വളരെ വലിയ ഒരു വിപ്ലവകരമായ മാറ്റമാണ് വരും എന്ന് BJP ആഗ്രഹിക്കുന്നു. വനിതകളുടെ ബില്ല് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും 2029 പൊളിറ്റിക്കലായിട്ട് വലിയ ഗുണം ചെയ്യും. വൺ കൺട്രി വൺ ഇലക്ഷൻ വന്നാലും വലിയ ഗുണം ചെയ്യും. കാരണം ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ അതേ പ്രചരണം ഉപയോഗിച്ച് സംസ്ഥാനത്തെയും പിടിക്കാൻ ഒരേ സമയം കഴിയും.
2 പേർക്കും കൂടി ഒരു വോട്ട് 2 പേർക്കും എന്ന് നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഒരു വോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ കഴിയും. അത് വലിയ ഹൈപ്പ് ഉണ്ടാക്കും. മോദിയെ നിലനിർത്തിക്കൊണ്ട് രണ്ടിടത്തെയും തെരഞ്ഞെടുപ്പിനെ പിടിക്കാൻ കഴിയും. ഒരൊറ്റ മോഡി 2 വോട്ട് പിടിക്കുന്നു. അങ്ങനെ ചെയ്യാൻ കഴിയും. പിന്നെ യൂണിഫോം സിവിൽ കോഡ്, അത് വർഷങ്ങളായി പരമ്പരാഗതമായി അവർ പറയുന്ന വിഷയമാണ്. ഇതെല്ലാം കൂടി വന്നാൽ BJPക്ക് വീണ്ടും ഈ അവർ പറയുന്ന രൂപത്തിൽ 5 വർഷം കൂടി 29ഉം 5 34 വരെ വണ്ടി ഓടിക്കാൻ പറ്റും എന്നാണ് BJP കരുതുന്നത്. അതിനുള്ള സർവ്വസന്നാഹങ്ങളും BJP എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 3 ബില്ല് വർഷകാല ശീതകാല സമ്മേളനത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ഭരണഘടന ഭേദഗതി കൊണ്ടുവരാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ BJP അതിൽ വിജയിക്കും.